ഇന്നേ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ചുരിദാർ സെറ്റുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുള്ളത് കുറച്ച് റേറ്റും കുറഞ്ഞിരിക്കണം, എന്നാൽ സൂപ്പറും ആയിരിക്കണം അല്ലേ. അതുപോലത്തെ ഒരു ഐറ്റമായിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാകിസ്ഥാനി സൽവാറാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ട് ഫീൽ കിട്ടുന്ന ഒരു പാകിസ്ഥാനി സൽവാറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സൂപ്പർ ഐറ്റം കേട്ടോ, മിസ്സാക്കണ്ട. എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിളും ആവും. പിന്നെ അത് ഞാനൊരു കാര്യം പറയാം, ലാർജ്, മീഡിയം, സ്മാള് ഈ ആൾക്കാർക്ക് പറ്റുന്നതിനകത്ത് ഇല്ല കേട്ടോ. XL, XXL, XXL വരെയുള്ളവർക്കേ കാണൂ. ഇനി നിർബന്ധമാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാർജുകാർക്ക് വേണമെങ്കിൽ ഇത് എടുത്തുകൊണ്ടൊന്ന് വണ്ണം കുറച്ച് ഷോൾഡറും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണ്. കാരണം ബഡ്ജറ്റ് 890 മാത്രമേ ഉള്ളൂ. 890 സൂപ്പർ അല്ലേ, എടുത്തുകൂടെ അല്ലേ? എല്ലാവർക്കും എടുക്കാം. മീഡിയംകാർക്ക് എടുത്ത് വണ്ണം കുറച്ചാലും അൾട്രേഷൻ്റെ കുറച്ച് പൈസ ഒരു 100-100 രൂപ അല്ലേ പോകൂല്ലേ, അതിനകത്ത് നിർത്തി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും നല്ലൊരു ഐറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അത്യാവശ്യം ഓളിയത്തിലുണ്ട്. ഇനി തീരുവാണെങ്കിൽ ഇത് നമുക്ക് ഒന്നെങ്കിൽ പ്രീ ബുക്കിങ്ങും പോസിബിൾ ആണ്, അതല്ലെങ്കിൽ റീസ്റ്റോക്ക് കൊണ്ടുവരാം കേട്ടോ. നിങ്ങൾ എന്താണോ പറയുന്നത് അതനുസരിച്ച് കൊണ്ടുവരാം. ഇമ്പോർട്ടഡ് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഇതുണ്ട് പാകിസ്ഥാൻ്റെ അതേ ഒരു സിമ്പിൾ പാകിസ്ഥാൻ എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും. ദുപ്പട്ടയും അടിപൊളി ദുപ്പട്ടയാണ് കണ്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആണ്, വെയർ ചെയ്യാൻ സോഫ്റ്റ് ഫീലാണ്. ദുപ്പട്ടയൊക്കെ കണ്ടോ, നിങ്ങൾക്ക് വിചാരിക്കുമ്പോൾ ഹാർഡാണെന്ന് തോന്നരുതാ, അയൺ ചെയ്യാതെ ഇടാനും പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം എല്ലാവരും വേണ്ടവർ പർച്ചേസ് ചെയ്യാം. അടുത്തത് കളറാണ്. അടുത്ത കളർ നോക്കിയാൽ നമ്മുടെ ബേജ് ഷെയ്ഡാണ്. ബാക്ക് സൈഡ് ഇതുപോലെ ആയിരിക്കും വരുന്നത്, ഫ്രണ്ട് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഞാൻ പറഞ്ഞോട്ട് ഇതുണ്ടോ, നമുക്ക് അയൺ ചെയ്യാതെ വേണമെങ്കിൽ ഇട്ടുണ്ടോ. ഒരു ടൈപ്പ് ഓഫ് ഇമ്പോർട്ടഡ് ജോർജറ്റാണ് മെറ്റീരിയൽ കണ്ടോ, ഒരു സിൽക്കി എഫക്റ്റ് വരുന്ന രീതിയിലാണ് മെറ്റീരിയൽ വരുന്നത്. അതുപോലെ ദുപ്പട്ട ഇങ്ങനെയായിരിക്കും. ബോട്ടവും നല്ല കട്ടിങ്ങും സ്റ്റിച്ചിങ് കേട്ടോ. ബോട്ടത്തിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് പോലെ അത് തടാ, അന്നേരം ബോട്ടം കൂടെ കാണിച്ചു കൊടുക്കാമല്ലോ. ഇത് കണ്ടോ, ബോട്ടത്തിൻ്റെ കട്ടിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതാ ഇതുപോലാണ്, നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. ഇനി റേറ്റ് കുറഞ്ഞാന്ന് വെച്ചിട്ട് ഇതൊന്നും കംപ്ലൈൻറ്റ് ആവുന്ന രീതിയിലൊന്നും അല്ല ചെയ്തേക്കുന്നുണ്ട്. ചിലരൊക്കെ നമുക്ക് റേറ്റ് കുറഞ്ഞാകുമ്പോൾ അതിന് കംപ്ലൈൻറ്റ് വരുമല്ലോ, പക്ഷെ ഞാനത് നോക്കിയെടുക്കൂ, നിങ്ങൾക്ക് കംപ്ലൈൻറ്റും ആവരുത്. ആ ഒരു രീതിയിലുള്ള ഐറ്റം ഈ ദുപ്പട്ട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ടോപ്പിനോ ബ്ലാക്ക് ടോപ്പിനോ ഒക്കെ വെയർ ചെയ്യാനും പറ്റും. അടുത്ത കളറാണ്. അടുത്ത നമ്മുടെ ഗ്രീനാണ് കേട്ടോ. എന്താ രസമല്ലേ ഗ്രീന്. മോനെ ദുപ്പട്ട അടിപൊളി ഗ്രീന് വിത്ത് ബോട്ടവും കൂടെ തന്നേരം മോനെ. ബോട്ടവും സൂപ്പറാണ്. അപ്പം 890 പ്രൈസ്. 890 നെക്സ്റ്റ് കളർ. അടുത്ത കളറൊന്ന് നോക്കിയേ. അടുത്തത് നമ്മളുടെ എന്താ പറയുക, എന്ത് കളറാണ് ഇത്, സിനമൺ കളറെന്ന് നമുക്ക് പറയാൻ പറ്റും. സിനമൺ എന്ന് കറക്റ്റ് പറയാമോ, എന്തോ ഒരു വെറൈറ്റി സൂപ്പർ കളർ. ബോട്ടം കിട്ടിയേരെ, ബോട്ടത്തിൻ്റെ എൻഡിൽ ബോർഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്ത് ഉപയോഗിക്കാം. അടുത്ത കളറാണ്. അടുത്തത് നല്ലൊരു കളറാണ് കേട്ടോ, ഒരു ഡാർക്ക് റോസാടാ, റോസ് വുഡ് എന്ന് പറയാം അല്ലേ, റോസ് പിങ്ക്. നല്ല കളർ കേട്ടോ. ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്, സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട വിത്ത് ബോട്ടം. നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് ഷിഫിലിയുടെ ഒക്കെ പ്ലെയിൻ ബ്ലാക്ക് ഒക്കെ നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ, ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തവർ കാണും. അതിനൊക്കെ വേണമെങ്കിൽ ദുപ്പട്ട നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. പിന്നെ ബ്ലാക്ക് പ്ലെയിൻ ടോപ്പ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലെയിൻ ടോപ്പ് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം യെല്ലോ ടോപ്പിനോടൊപ്പം ഒക്കെ നിങ്ങൾക്ക് ഈ ദുപ്പട്ട വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൈസ് നിങ്ങൾ മിസ്സാക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരാനായിട്ട് തോന്നും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ ബൈ.